ഇപ്പോൾ നമ്മുടെ AKCHMസിൻ്റെ ജനറൽ സെക്രട്ടറി ആദരണീയനായ AK സജീവ് സാർ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന് സ്വാഗതം നേരുന്നു. അതുപോലെ തന്നെ ഓൾ ഇന്ത്യ കോൺഫെഡറേഷൻ്റെ തിലകമ്മ പ്രേംകുമാറും എത്തിയിട്ടുണ്ട്. സ്വാഗതം ആശംസിക്കുന്നു. അടുത്ത് നമ്മുടെ ഈ SCP TSP ഫണ്ടുമായിട്ട് ബന്ധപ്പെട്ട പ്രസൻറ്റേഷനാണ്. നമ്മുടെ ആദരണീയനായ ജനറൽ കൺവീനർ ഗീതാനന്ദൻ മാഷെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും JB. ഇതിൻ്റെ സമ്മിറ്റിൻ്റെ ഒരു രാഷ്ട്രീയ പ്രാധാന്യം ലക്ഷ്മയജി പറഞ്ഞത് നമുക്കേവർക്കും അതിൻ്റെ പ്രാധാന്യത്തോടെ എടുത്തു കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അദ്ദേഹം പോയിൻ്റ് ഔട്ട് ചെയ്തൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ ഈ തിരഞ്ഞെടുപ്പിന് മുമ്പ് ഇത് രാഷ്ട്രീയ മുന്നണികൾക്ക് കൊടുക്കുമ്പോൾ ദി ടോപ്പ് മോസ്റ്റ് ഇഷ്യൂ ഷുഡ് ബി SC/ST ഡെവലപ്മെൻറ്റ് ഫണ്ട് ആക്ട്. അപ്പോൾ നമ്മുടെ ഈ സെഷനിൽ ഇതിൻ്റെ ഒരു നിയമനിർമ്മാണത്തിൻ്റെ പ്രസക്തിയും കേരള ബഡ്ജറ്റിൻ്റെ നിലവിലുള്ള ഒരു എന്തുകൊണ്ടത് റീഫോർമുലേറ്റ് ചെയ്യണം, എന്തുകൊണ്ട് ആക്റ്റിലേക്ക് പോകണം എന്നുള്ള ഒരു ഭാഗമാണ് ഞാൻ പ്രസൻറ്റ് ചെയ്യുന്നത്. ആക്ടിൻ്റെ ഒരു നിർദ്ദേശങ്ങൾ, അതിൻ്റെ കാതലായ ഏരിയ ഗംഗാധര സാർ പറയും. നമ്മൾ 3 മണിക്ക് ശേഷമുള്ള ഒരു സെഷൻ എന്നുള്ള നിലയിലാണ് നമ്മൾ എന്തെല്ലാം ഇഷ്യൂസാണ് ഈ പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെ മുന്നാകെ വെക്കേണ്ടത് എന്നായിരുന്നു ലിസ്റ്റ് ചെയ്യുന്നത്. അതുകൂടി സർക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ 4-മത്തെയോ 5-മത്തെയോ ഒരു വിഷയമായി മാത്രമേ നമ്മളതിൻ്റെ ഒരു പ്രയോറിറ്റി അനുസരിച്ചല്ല അത് ലിസ്റ്റ് ചെയ്തത്. സോ ലക്ഷ്മിജി, വി ഹാവ് ഓൾറെഡി പ്രിപ്പയർഡ് എ ലിസ്റ്റ് ഓഫ് ഇഷ്യൂസ് ദാറ്റ് ഹസ് ടു ബി റേസ്ഡ് ബിഫോർ ദി പൊളിറ്റിക്കൽ റം in front of the political fronts, and I think I have given only the note, only the approach note we have given in English. Other thing is in Malayalam, and we will publish it in the it should be SC/ST Development Act. After that you can put any, definitely that is done. Anyway, that is in Malayalam, we will give it in English to you. ഞാനിപ്പോൾ ഈ എന്തുകൊണ്ട് നമുക്കൊരു ആക്റ്റിലേക്ക് പോകണം എന്നതിനെ സംബന്ധിച്ച് ബഡ്ജറ്റ് അവലോകനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, കുറേ വർഷത്തെ നമ്മുടെ ഒരു എക്സ്പീരിയൻസിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു അപ്രോച്ച് നമുക്ക് പറയേണ്ടതുണ്ട്. കാരണം ആക്ട് ഉണ്ടാകുന്നതോടൊപ്പം തന്നെ നമുക്ക് ഫണ്ട് കിട്ടണമല്ലോ. ഇതിലൊരു ആക്റ്റിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് പട്ടികജാതി പട്ടികവർഗ ഫണ്ടിൽ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഡിഫറൻ്റായി നമുക്ക് വ്യക്തിഗത വികസനത്തിനുള്ള എൻ്റർപ്രണർഷിപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ലഭ്യമാകേണ്ട കൺസോർട്ടൽ ഫണ്ട് ഉണ്ടാകണം, പണം ഉണ്ടാകണം. അത് ഒരു നോഡൽ ഏജൻസിക്ക് കൈമാറണം. നോഡൽ ഏജൻസി എന്താണെന്നുള്ളതും തന്നെ ആക്ടിൻ്റെ ഒരു രൂപത്തിൽ പറയുന്നുണ്ട്. അതേ സംബന്ധിച്ചുള്ള വിശദമായുള്ളൊരു അഡ്വൈസ് നമ്മുടെ ലക്ഷ്മിയാജിയും മറ്റേ സുഹൃത്തും നമുക്ക് നൽകുന്നതായിരിക്കും. അപ്പം നിലവിൽ ഉള്ള ബഡ്ജറ്റിൻ്റെ അലൊക്കേഷൻ മെത്തഡോളജിയിൽ അത് കിട്ടാനുള്ള സാധ്യതയില്ല, ഒരു നിയമമുണ്ടായാലും. അപ്പോൾ അതിനേക്കുള്ളൊരു വഴി കൂടി തുറക്കുന്ന ഒരു അപ്രോച്ച് ബിൽഡപ്പ് ചെയ്യാനാണ് ഈ കുറിപ്പ് ശ്രമിക്കുന്നത്. അത് നിങ്ങൾ ഓടിച്ചൊന്ന് നോക്കിക്കാണുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും ഞാനൊരു കാമണിക്കൂർ എടുത്തിട്ട് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഏരിയ ഞാനൊന്ന് വിശദീകരിക്കാം. നിലവിലുള്ള കുഴപ്പം എന്താണെന്നും എങ്ങനെ ഇത് അട്ടിമറിച്ച് പോയിരിക്കുന്നു. ഈ നോട്ടിൽ 2-ാമത്തെ ഖണ്ഡികയിൽ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ, കേരള വികസനത്തിൻ്റെ തന്നെ ഒരു മൗലികമായ തകരാറുണ്ട്. നമ്മുടെ SCP TSP ഫണ്ട് എത്രമാത്രം കുറവാണ് നമുക്ക് കിട്ടുന്നത് എന്നുള്ളതാണ് ഒന്ന് ഹൈലൈറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അത് 25-26 വാർഷിക ബഡ്ജറ്റിൽ യഥാർത്ഥത്തിൽ നമ്മുടെ ബഡ്ജറ്റിൻ്റെ എക്സ്പെൻഡിച്ചർ സൈഡ് ചെലവെന്ന് പറയുന്നത് 1,98,000 കോടി രൂപയുടെ വലിയൊരു ബഡ്ജറ്റാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. 1,98,000 കോടി രൂപയുടെ എക്സ്പെൻഡിച്ചർ ഇപ്പോൾ ഉള്ള ഓൺഗോയിങ് ബഡ്ജറ്റ്. അത്രയും തന്നെ അതിനുള്ള വരുമാനം അല്ലെങ്കിൽ റെസിപ്റ്റും അവർ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതവിടെ നിൽക്കട്ടെ.
അപ്പോൾ ഈ ബഡ്ജറ്റിനെ സാധാരണഗതിയിൽ 2 മേഖലയായിട്ട് തരംതിരിക്കും. പ്ലാൻ ആൻഡ് നോൺ പ്ലാൻ. പദ്ധതി വിഹിതം എന്നുള്ള നിലയിൽ പ്ലാൻ ഫണ്ടും നോൺ പ്ലാൻ ഫണ്ടുമായി തരംതിരിക്കുന്നു. അപ്പോൾ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് കിട്ടേണ്ട SCP TSP ഘടക പദ്ധതിക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്ന 10% വർഷങ്ങളായി കിട്ടിക്കൊണ്ടിരിക്കുന്നത് പ്ലാൻ ഫണ്ടിൽ നിന്ന് മാത്രമേ ഉള്ളൂ. ബേസിക്കലി ഒരു രാഷ്ട്രത്തിൻ്റെ അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്തിൻ്റെ ഉൽപ്പാദനപരമായ മേഖലകൾ കൈകാര്യം ചെയ്യുന്നതിലാണ് പഞ്ചവത്സര പദ്ധതി എപ്പോഴും ഫോക്കസ്ഡ് ആയിരുന്നത്. അപ്പോൾ നമ്മുടെ നോൺ പ്ലാൻ വിഹിതമാണ് കേരളത്തിൽ ഏറ്റവും ഭീമാകരമായി ഉള്ളത്. ഈ പ്ലാൻ ഫണ്ടും നോൺ ഫണ്ടും ചേരുന്ന ഒരു ആകത്തുകയാണ് 1,98,000 എന്ന് പറയുന്ന ബഡ്ജറ്റ് എക്സ്പെൻഡിച്ചർ. അതിൽ പദ്ധതി എന്ന് പറയുന്നത് അല്ലെങ്കിൽ പ്ലാൻ വിഹിതം എന്ന് പറയുന്നത് വെറും 33,000 കോടി രൂപ മാത്രമേ ഉള്ളൂ. മനസ്സിലായില്ലേ? ബാക്കി ഏതാണ്ട് 1,00,000 ഏരിയ നോൺ പ്ലാനാണ്. നോൺ പ്ലാനിലാണ് യഥാർത്ഥത്തിൽ ശമ്പളം, അലവൻസുകൾ, സേവന മേഖലയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കുമുള്ള സാമ്പത്തിക ചെലവുകൾ. സംസ്ഥാന ഗവൺമെൻറ് സംബന്ധിച്ച് അതിപ്പം പശ്ചാത്തല വികസനം എന്ന് പറയുന്ന വലിയൊരു മേഖല ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ പ്ലാൻ ഫണ്ടിൻ്റെ 10% വർഷങ്ങളായി കിട്ടുന്നുള്ളൂ. ഇപ്പോൾ കേരളത്തിൻ്റെ ഇക്കണോമിയുടെ ഏറ്റവും വലിയൊരു ഗതികേടും അത് തകർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു കാര്യം മനസ്സിലാക്കണമെങ്കിൽ കേരളത്തിൽ കഴിഞ്ഞ 2016 മുതലുള്ള പ്ലാൻ ഫണ്ട് 27,000 കോടി, 28,000 കോടി, 29,000 കോടി എന്നുള്ള നിലയിൽ സ്റ്റാറ്റിക്കായി നിലനിൽക്കുകയാണ്. മാറ്റമില്ല. ഇപ്പോൾ 14-ാം പദ്ധതിയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. 13-ാം പദ്ധതിയുടെ തുടക്കം മുതൽ 14-ാം പദ്ധതിയുടെ പകുതി വരെയും നമുക്ക് കാണാൻ കഴിയുന്ന ട്രെൻഡിൽ ഈ ഓൺ ആൻ ആവറേജ് 30,000 കോടി മാത്രമാണ് പ്ലാൻ ഫണ്ടുള്ളത്. അപ്പം നോൺ പ്ലാൻ ഫണ്ടിലുള്ള ഭീമമായ വളർച്ചയാണ് ഇവർ കേരളം 1,92,000 കോടിയുടെ പദ്ധതി അവതരിപ്പിക്കപ്പെട്ടായി പറയുന്നത്. മനസ്സിലാവുന്നത്? അപ്പോൾ ആ മേഖലയിൽ വലിയ ചെലവുകൾ നടത്തുന്നത് മുഴുവൻ തന്നെ ആണ് നമ്മുടെ റവന്യൂ വരുമാനം ഉപയോഗിക്കുന്നത്. റവന്യൂ വരുമാനത്തിൻ്റെ സ്രോതസ്സ് കൃത്യമായും കിട്ടുന്ന റവന്യൂ വരുമാനം GST ഉൾപ്പെടെയുള്ള അതിനെല്ലാം കൂടി 97,000 ബാക്കി 50,000 കോടി കിഫ്ബി നിന്നാണ് ഇവർ വായ്പ എടുക്കുന്നത്. 50,000 കോടി, അതായത് 1,98,000 കോടി വരുന്ന നോൺ ടോട്ടൽ പ്ലാനിൽ 48,000 കോടി കിഫ്ബി എന്നും ബാക്കി മറ്റ് GST മറ്റ് റവന്യൂ നമ്മളിപ്പോഴേ കൊടുക്കുന്ന റവന്യൂ എന്നാണ്. അത് കള്ളിൽ നിന്ന്, ചാരായത്തിൽ നിന്നുണ്ട്, ലോട്ടറിയിൽ നിന്നുണ്ട്, ഒക്കെയുണ്ട്. ഈ നോൺ പ്ലാന്റിൻ്റെ മേഖല മുഴുവൻ തന്നെ ഉപയോഗപ്പെടുത്തുന്നത് ശമ്പളം വാങ്ങിക്കുന്ന, അലവൻസുകൾ വാങ്ങിക്കുന്ന വലിയൊരു വിഭാഗമാണ്. അവിടെയാണ് കേരളത്തിൻ്റെ ഒരു പ്രശ്നം. അപ്പോൾ കേരളത്തിൻ്റെ റവന്യൂ വരുമാനത്തിൻ്റെ മേജർ ഏരിയ തിന്നു തീർക്കുന്നത് സർക്കാർ ജീവനക്കാർ, എയ്ഡഡ് മേഖല അധ്യാപകർ, മറ്റ് പലതരത്തിൽ താൽക്കാലിക നിയമനം ഉൾപ്പെടെ നടത്തി ഇവർ നേടിയെടുക്കുന്ന ശമ്പളവും കിമ്പളവും വാങ്ങിക്കുന്ന ഒരു ഭീമാകാരമായ വിഭാഗമുണ്ട്. ഇത് പല സാമ്പത്തിക വിദഗ്ധരും കേരള എക്കണോമിയുടെ ഒരു ദുര്യോഗം പലപ്പോഴും, പ്രത്യേകിച്ചും ഡോക്ടർ സബാസിനെ പോലുള്ള ആളുകളൊക്കെ തന്നെ നേരത്തെ തന്നെ പലപ്പോഴും ചൂണ്ടിക്കാണിക്കുന്നത് കേരളത്തിൻ്റെ പിടിച്ചു നിൽക്കുന്ന ലോട്ടറി കൊണ്ടും മദ്യം കൊണ്ടുള്ളൂ, അതേപോലെ ഓട്ടോമൊബൈൽ വ്യവസായത്തിൽ നിന്ന് കിട്ടുന്ന, വാണിജ്യത്തിൽ നിന്ന് കിട്ടുന്ന വരുമാനമാണെന്നുള്ളത്. അതെന്തോ ആയിക്കോട്ടെ, ഇതിൽ നമുക്ക് യാതൊരു ഷെയറുമില്ല. മനസ്സിലാക്കുന്നുണ്ടോ പറഞ്ഞത്? 1,98,000 കോടി വരുന്ന കേരളത്തിൻ്റെ പദ്ധതി ചെലവിൽ കേവലം 30,000 കോടി വരുന്നതിൻ്റെ 10% മാത്രമാണ് SCP TSP വരുന്നുള്ളൂ. എന്ന് പറഞ്ഞാൽ ഏറെക്കുറെ ശരാശരി 3,000 കോടി മാത്രമാണ് കുറേ വർഷമായി നമുക്ക് കിട്ടുന്നത്. ഇതാണ് പ്രശ്നം. അതിൽ കുറച്ച് സെൻട്രൽ അസിസ്റ്റൻസ് വരും, എന്നാലും നമുക്കൊരു പെട്ടെന്ന് ഓർമ്മയിൽ നിൽക്കാൻ ഇതിലൊരു മാറ്റമില്ല. എന്ന് പറഞ്ഞാൽ കേരള ബഡ്ജറ്റ് എത്രത്തോളം അങ്ങ് പനം പോലെ അങ്ങ് വളർന്നു പോകുമ്പോഴും ഇതവിടെ നിൽക്കുന്നു എന്നതിൻ്റെ അർത്ഥം നമുക്ക് കിട്ടുന്ന SCP TSP ഫണ്ട് ചുരുങ്ങി വരുന്നുള്ളൂ ആപേക്ഷികമായി. റിലേറ്റീവ്ലി ദാറ്റ് ഈസ് ബീങ് റിഡ്യൂസ്. അതാണ് ഒന്നാമത്തെ ഒരു നമ്മൾ മനസ്സിൽ വയ്ക്കേണ്ടത്. അപ്പം അതിലേക്ക് ഞാൻ രണ്ടാമത് വരാം. നമുക്ക് ഈ നോൺ പ്ലാനിൽ നിന്ന് എന്ത് പിടിച്ചു മാറ്റാൻ പറ്റും എന്നുള്ളത് ആണ് ഇതുവരെ ആരും റേസ് ചെയ്യാത്തതാണ്. ഒരു സാമ്പത്തിക വിദഗ്ധനും കേരളത്തിൽ ഉന്നയിച്ചിട്ടില്ല, നമ്മളും പറഞ്ഞിട്ടില്ല. പ്ലാൻ ഫണ്ടിൻ്റെ ദുര്യോഗമാണ് നമ്മൾ ആദ്യം ചർച്ച ചെയ്യേണ്ടത്. അത് നമുക്ക് കിട്ടുന്നില്ല. എൻ്റെ ഒരു ഊഹക്കണക്ക്
നമുക്ക് ആകെ കിട്ടുന്നത് SCPT സ്പെസിഫിക് എഡ്യൂക്കേഷൻ മേഖല മാത്രമായിരുന്നു. ബാക്കി എല്ലാ മേഖലയും കൂട്ടിയും ഗണിച്ചു പറഞ്ഞാൽ ഒരുപക്ഷെ ഈ 3000 കോടിയിൽ ഒരു 5% നമുക്ക് അതിൻ്റെ ഗുണഭോക്താക്കളെ വരുന്നത് ഭവനത്തിൻ്റെ അതും വലിയ അഴിമതിയാണ്. അവിടെ നിൽക്കട്ടെ. അപ്പോൾ ഈ വിഷയത്തിൽ ഏതാണ്ട് 81-82 കാലത്താണ് SCPTSP ദേശീയതലത്തിൽ അവലോകനം ചെയ്ത് പ്രാവർത്തികമാക്കുന്നതിലേക്ക് പോകുന്നത്. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ അതിൻ്റെ ഒരു നടത്തിപ്പ് സംബന്ധമായ കാര്യങ്ങൾക്ക് ശരിക്കും കേരളത്തിൽ ഒരു 10 വർഷം മാത്രമേ കിട്ടിയുള്ളൂ. ഇപ്പോൾ ഈ നഗർ ശ്രീ PS കൃഷ്ണൻ സാറിൻ്റെ പേരിലാണുള്ളത്. ഇദ്ദേഹം അന്ന് അഡീഷണൽ സെക്രട്ടറി ആയിരുന്നു. പിന്നെ അദ്ദേഹം പ്രൈം മിനിസ്റ്റർ ഇന്ദിരാഗാന്ധിയായിട്ട് നേരിട്ട് ബന്ധമുള്ളവരായിരുന്നു. പ്രത്യേക കടപദ്ധതിയുടെ മുഴുവൻ രേഖകളും എല്ലാ ഓർഡറുകളും ഡ്രാഫ്റ്റ് ചെയ്യുന്ന അദ്ദേഹമായിരുന്നു. അട്രോസിറ്റി ആക്ട് ഉണ്ടാക്കുന്നത് അവിടെ നിൽക്കട്ടെ. സ്പെഷ്യൽ കമ്പോണൻറ്റ് പ്ലാൻ ട്രൈബൽ സപ്ലാനിൻ്റെ മാതൃകയോടുകൂടി ബിൽഡപ്പ് ചെയ്യുന്നതിലുള്ള വലിയൊരു പങ്ക് വഹിച്ച ഒരാളാണ് ശ്രീ PS കൃഷ്ണൻ. അതിൻ്റെ അപ്രോച്ച് പേപ്പർ, ഗൈഡ് ലൈൻ എല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ കൈപ്പടയിൽ എഴുതി ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അത് പ്രാക്ടീസ് ചെയ്യാൻ നമുക്ക് കിട്ടുന്ന വർഷമാകപ്പെടെ 10 വർഷമേ കിട്ടുന്നു. ഞാൻ ഈ 10 വർഷവും ഫോളോ ചെയ്യുന്ന ഒരാളായതുകൊണ്ടാണ് ഞാൻ ഈ കൃത്യമായിട്ട് അന്നത്തെ കണക്കൊക്കെ എൻ്റെ കയ്യിലുണ്ട്. അനിരുദ്ധ മാഷിക്കൊക്കെ അദ്ദേഹം വളരെ യുവാവായി തിരുവനന്തപുരത്ത് വന്ന സമയത്ത് നമ്മളിതിന് സെമിനാറൊക്കെ നടത്തുന്നുണ്ട്. പ്രത്യേകിച്ചും പഞ്ചായത്ത് രാജ് നിലവിൽ വരുന്നതോടുകൂടി തന്നെ ആദ്യമായി ഈ വിഷയത്തിൽ ഇടപെട്ടിട്ട് നമ്മളിത് തകർക്കപ്പെടാൻ പോകുന്നു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടൊരു സെമിനാർ നടത്തിയിട്ടുണ്ടായിരുന്നു 94 തന്നെ. അപ്പോൾ ആ 10 വർഷത്തെ ട്രെൻഡ് എങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞാൽ, അന്നൊക്കെ ചെറിയതാണ്, 500 കോടിയൊക്കെ താഴെയുള്ള ചെറിയ ഫണ്ട് മാത്രമേ വരുന്നുള്ളൂ. നമുക്കുള്ള വിഹിതം സംസ്ഥാന ഗവൺമെൻറ് ഏറെക്കുറെ ഒരു 30% കൈവശം വെച്ചതിന് ശേഷം, അത് പ്രധാനമായിട്ട് വിദ്യാഭ്യാസം, സോഷ്യൽ ജസ്റ്റിസ് അതുപോലുള്ള കാര്യങ്ങൾക്ക് കൈവശം വെച്ചതിന് ശേഷം SCS ഡിപ്പാർട്ട്മെൻറ്റ് ഇത് മുഴുവൻ തന്നെ നമ്മുടെ വകുപ്പുകൾക്കാണ് കൊടുക്കുന്നത്. കൃഷി വകുപ്പിനൊരു വിഹിതം, എല്ലാം ആനുപാതികമായി 10% കണക്കായി കൊടുക്കുന്നു. കൃഷി വകുപ്പിന്, വ്യവസായ വകുപ്പിന്, ആഭ്യന്തര വകുപ്പ്, പോലീസിന് വരെ ഉണ്ട്, സോയിൽ കൺസർവേഷൻ, അങ്ങനെ എല്ലാവർക്കും വീതം വെച്ച് കൊടുക്കുമ്പോൾ ഇതാണ് സംഭവിക്കുന്നത്. ഇവർ ചെലവാക്കാറില്ല. ചെലവഴിച്ചെങ്കിൽ തന്നെ ഒരു മാർച്ച് ഫെബ്രുവരി മാസം ഇത് മൺകുടങ്ങളായിട്ട് അല്ലെങ്കിൽ തെങ്ങിൻ തൈകളായിട്ട് അല്ലെങ്കിൽ പണിയായുധങ്ങളായിട്ടെല്ലാം തന്നെ കൊടുക്കാറായിരുന്നു പതിവ്. എവിടെയെങ്കിലും അതിൻ്റെ മെറ്റീരിയലായിട്ട് എന്തെങ്കിലും അവശേഷിക്കുന്നുണ്ടെങ്കിൽ തോന്നക്കൽ ഹരിജൻ സെറ്റിൽമെൻറ്റ് പോലുള്ള, അന്ന് ഹരിജൻ സെറ്റിൽമെൻ്റ് ആണെന്ന് പറയുന്നത്, അത്തരം ചില പദ്ധതികൾക്ക് വേണ്ടി നിക്ഷേപിച്ചതല്ലാതെ ഇതെങ്ങോട്ട് പോയി എന്നുള്ള ആർക്കും അറിഞ്ഞുകൂടാ. അപ്പോൾ ആദ്യത്തെ ദശകത്തിൽ തന്നെ നമുക്ക് എന്തെങ്കിലും ഇതിൻ്റെ ബെനിഫിറ്റ് കിട്ടിയിട്ടുണ്ട് എങ്കിൽ എഡ്യൂക്കേഷൻ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അത് ഉദ്യോഗസ്ഥ മേധാവികൾ അപ്പം അതിലുള്ള ഏറ്റവും അപകടകരമായിട്ടുള്ള ഒരു അപ്രോച്ച് എന്നുണ്ടായിരുന്നത് ഹാബിറ്ററ്റ് ഡെവലപ്മെൻ്റ് എന്നാണ്. ഹാബിറ്ററ്റ് എന്താണെന്ന് എല്ലാവർക്കും പറയാം, കോളനിയാണ്, കോളനി വികസനം. അപ്പോൾ കോളനി വികസനം എന്നുള്ള പേരിലാണ് കൃഷിഭൂമി ഇല്ലാത്ത, മണ്ണില്ലാത്ത സാധാരണ മനുഷ്യർക്ക് മൺകുടങ്ങളൊക്കെയാണ് കൊടുക്കുന്നത്. ഇത് നമ്മുടെ ആൾ വാങ്ങിക്കും, ഉടൻ തന്നെ ചിലർ മറച്ചു വയ്ക്കും. കാരണം ഈ കോളനിയിലൊന്നും തെങ്ങും തൈയും വൃക്ഷത്തൈയൊന്നും വെക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ എന്തായാലും ആ 10 വർഷവും നമുക്ക് എഡ്യൂക്കേഷന് മാത്രമേ അതിൻ്റെ ബെനിഫിറ്റ് കിട്ടിയിരുന്നുള്ളൂ. പിന്നീട് പഞ്ചായത്ത് രാജ് വരുന്നതോടുകൂടിയാണ് ഇതിൽ വലിയ അട്ടിമറിയോ ഫ്രാഗ്മെൻറ്റൈസേഷനോ തുണ്ടവൽക്കരണം നടക്കുന്നത്. പഞ്ചായത്ത് രാജ് നിയമം വരുന്നതോടുകൂടി SCPTSP ഫണ്ട്, മറ്റെല്ലാ ഫണ്ടും പ്ലാനിൻ്റെ കാര്യം മാത്രമാണ് ഇതിന് ബാധകം. നോൺ പ്ലാൻ ഫണ്ടെന്ന് ഇതിലേക്കൊന്നും തന്നെ പഞ്ചായത്തിന് വരുന്നില്ല, വിഭജനമില്ല. അതോടെ നിൽക്കട്ടെ. നമുക്കിത് വിശദമായതിൻ്റെ കണക്കുകളൊക്കെ ആയിട്ടൊരു പുസ്തക രൂപത്തിലായിട്ട് വിശാലമായിട്ട് പഠിക്കുകയും ചർച്ചയും ചെയ്യാം. ഇത് 4ആയി വിഭജിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ഏതാണ്ട് 55% ഫണ്ട് സംസ്ഥാന ഗവൺമെൻറ് കൈവശം വയ്ക്കുന്നു. ബാക്കിയുള്ള ഫണ്ട് ത്രിതല പഞ്ചായത്തുകൾക്ക്, ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് എന്നുള്ള നിലയിൽ വിഭജിക്കുന്നത് വഴി ഈ ഫണ്ട് ഈ പറയുന്ന പഞ്ചായത്ത് രാജ് സിസ്റ്റം വരുന്നതോടുകൂടി പ്രത്യേക കടപദ്ധതി വേണ്ടി 4 ഭാഗങ്ങളായി വിഭജിക്കുകയും ഇതിന് പിന്നെ യാതൊരു തരത്തിലുള്ള മോണിറ്ററിങ് സംവിധാനവും ഇല്ലാതായി. അതിലേറ്റവും വലിയ ഒരു ഷിഫ്റ്റ് നടക്കുന്നത്, അത് നമ്മുടെ മനസ്സിൽ വെച്ച് പോകുന്നത് നന്നായിരിക്കും. പഞ്ചായത്ത് രാജിന് മുമ്പ് 10% തുക ഓരോ ഡിപ്പാർട്ട്മെൻറ്റും നേരിട്ട് നമ്മുടെ വികസനാവശ്യത്തിന് കൊടുക്കണമെന്ന് ഉള്ളത് മാൻഡേറ്ററി ആയിരുന്നു, ചെയ്തു വരാറുണ്ടായി. പഞ്ചായത്ത് രാജ് വരുന്നതോടുകൂടി അത് അവസാനിപ്പിച്ചു. അതാണ് പ്രശ്നം. അങ്ങനെ ഒരു ഏർപ്പാടില്ല എന്ന് പറഞ്ഞാൽ വികസനം എന്ന് പറയുന്നൊരു സങ്കല്പം ഇല്ല. അതുകൊണ്ട് അബാൻഡൻ ചെയ്തു. എവിടെയും നമുക്ക് എന്തെങ്കിലും വ്യവസായം തുടങ്ങാൻ, എന്തെങ്കിലും ചെറുകിട ഉൽപ്പാദനക്ഷമ എന്തെങ്കിലും ചെയ്യാൻ ഉള്ള യാതൊരു സംവിധാനവും നിലവിൽ ഇല്ല. അപ്പോൾ എത്രത്തോളം അത് വരുമെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ ഒരു 3000 കോടിയാണ് എങ്കിൽ 1500 കോടിയുടെ അടുത്ത്
സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ, അതായത് SC/ST ഡിപ്പാർട്ട്മെൻറ്റ് കയ്യിലെത്തുന്നു. ബാക്കി ഒരു 45% ഉള്ളത് ത്രിതല പഞ്ചായത്തിലേക്ക് വിഭജിച്ചു പോകുന്നു. അത് എന്താക്കുന്നു എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. നമുക്ക് സംസ്ഥാന ഗവൺമെൻറ് കൈവശം വെക്കുന്നത് എന്തിനു വേണ്ടി വിനിയോഗിക്കപ്പെടുന്നു എന്നുള്ളത് അനലൈസ് ചെയ്യും. അതിൽ നിന്ന് എങ്ങനെയാണ് ഭാവിയിൽ ഒരു ആക്ട് രൂപവൽക്കരിക്കുമ്പോൾ ഒരു കൺസോളിഡേറ്റഡ് ക്യാപിറ്റലായി നമുക്ക് പിടിച്ചെടുക്കാൻ കഴിയുന്നത് എന്നുള്ളതിൽ നമ്മൾ പഠനം നടത്തി ഗവേഷണം നടത്തി അപ്രോച്ച് ബിൽഡപ്പ് ചെയ്യുന്നില്ലെങ്കിൽ ആക്ട് ഉണ്ടായാൽ ഫണ്ട് എവിടെ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരും. അപ്പോൾ അവിടെ അതാണ് ഞാൻ ഈ നോട്ടിൽ എലാബറേറ്റ് ശ്രമിച്ചിരുന്നത്. അപ്പോൾ സംസ്ഥാന ഗവൺമെൻറ് 1500 കോടിയാണ് കൈവശം വയ്ക്കുന്നത് എങ്കിൽ 70% ഹൗസിംഗ്, എഡ്യൂക്കേഷൻ, ലാൻഡ് എന്ന് പറയുന്ന 3 കാറ്റഗറിക്കാണ് 70% ചെലവഴിക്കുന്നത്. 1500-ൻ്റെ 70% എത്രയാണെന്ന് ഞങ്ങൾക്ക് ഊഹിക്കാമെന്നല്ലോ. 700 കോടി പ്ലസ് 250 കോടി, ഒരു 900 കോടി വരും എന്നർത്ഥം. ഈ 3 സെക്ടേഴ്സിന് ഹൗസിംഗ്, എഡ്യൂക്കേഷൻ ആൻഡ് ലാൻഡ്. ലാൻഡ് എന്ന് പറഞ്ഞാൽ ഭൂമി പർച്ചേസ് ചെയ്യാനല്ല കേട്ടോ, വീട് വെക്കാനുള്ള ലോണാണ്. അപ്പോൾ ഇതിൽ ഈ 70%-ൽ 35% ഹൗസിങ്ങിനാണ് പോകുന്നത്. അവിടെയാണ് 2010 നവകേരളം വികസന മാതൃക കൊണ്ടുവന്നപ്പോൾ അതിൻ്റെ ഏറ്റവും കാർഡിനൽ ഏരിയ ആയിട്ട് ഇവർ ലൈഫ് മിഷൻ കൊണ്ടുവന്നു. മനസ്സിലായില്ലേ? അപ്പോൾ 950 കോടിയുടെ 70%, 35% ലൈഫ് മിഷനിലേക്ക് കൈമാറുന്നു. ലൈഫ് മിഷനിൽ പട്ടിക കമ്പോണൻ്റ് ഇല്ല. നമ്മുടെ ആളുകൾ ഏറ്റവും ബാക്കിൽ ക്യൂ നിൽക്കുക വീട് കിട്ടണമെങ്കിൽ. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അവിടെ ലൈഫ് മിഷൻ്റെ കണക്ക് പരിശോധിക്കുമ്പോൾ ഏതാണ്ട് 1,00,000 വീട് പട്ടികജാതിക്കാർക്ക് കൊടുത്തിട്ടുണ്ട്, 3 ലക്ഷം ഇതര വിഭാഗങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട് എന്നുള്ള കണക്കല്ലാതെ മൊത്തത്തിൽ എത്ര കോടി കിട്ടി, പട്ടികജാതിക്കാർക്ക് എത്ര ഗുണഭോക്താക്കൾക്ക് കൊടുത്തു എന്ന കണക്കിപ്പോഴും ലഭ്യമല്ല. നമുക്ക് ഇൻഫർ ചെയ്യാൻ പറ്റുന്നത്, ഊഹിക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ പൊതു നിഗമനത്തിലെത്താൻ പറ്റുന്നത് നമ്മുടെ ഫണ്ട് കൂടി എടുത്തിട്ടാണ് ഇതര വിഭാഗങ്ങൾക്ക് വീട് നിർമ്മിക്കുന്നത് എന്നാണ്. കേന്ദ്രത്തിൻ്റെ മറ്റേ AIY പോലുള്ള സ്കീമുകളിൽ ഇത്രയില്ല. അത് ബ്ലോക്ക് വഴി പോകുന്നത് കൊണ്ട് അറിയാമല്ലോ, ബ്ലോക്ക് വഴി പോകുന്നതുകൊണ്ട് വലിയ ഉപദ്രവമില്ലാതെ കിട്ടുന്നുണ്ടാവില്ല. ലൈഫ് മിഷനിൽ നമ്മളിപ്പോൾ ക്യൂവിൻ്റെ അവസാന ഭാഗത്താണ് എന്നത് വലിയൊരു അപകടമാണ്. LDF വന്നതിന് ശേഷം ലൈഫ് മിഷൻ്റെ നിർമ്മാണ പരിപാടികൾ കൂടിയുള്ള ഫ്ലാറ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ് കൂടി വന്നതോടുകൂടി ഇത് വലിയ കോർപ്പറേറ്റ് ഏജൻസികളും വ്യാജ കള്ളന്മാരും ഈ ഫണ്ട് ഉപയോഗിച്ചിട്ട് വലിയ നിർമ്മാണ പരിപാടി നടത്തുന്നത്. അപ്പോൾ ഇത് നമ്മുടെ മനസ്സിൽ കുറിക്കുക. രണ്ടാമത് നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന ഏരിയ 24% മാത്രമാണ് എഡ്യൂക്കേഷനുള്ളത്. 24 സംസ്ഥാന ഗവൺമെൻറ് പോകുന്ന 950 നമുക്കൊരു ഊഹക്കണക്കിന് 1000 കോടി സങ്കല്പം കണക്ക് കൂട്ടാൻ വേണ്ടിയിട്ട് അതിൻ്റെ 24% അല്ലെങ്കിൽ 25% എന്ന് പറയുന്നത് 250 കോടി രൂപ. അത് എഡ്യൂക്കേഷനാണ്. എഡ്യൂക്കേഷൻ മീൻസ് പ്രൈമറി മുതൽ ഹയർ എഡ്യൂക്കേഷൻ വരെയും ഓരോന്നിനും തരംതിരിച്ച് നമുക്ക് കണക്കെടുക്കാം. ഇതിൻ്റെ പതനം എവിടെയെത്തി നിൽക്കുന്നത് നമുക്കറിയാം. അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. ഈ ഗ്രാൻഡ് ഇല്ല, എല്ലാം താളം തെറ്റി കിടക്കുന്നു. അതിൽ നമ്മൾ ഓർമ്മയിൽ വെക്കേണ്ട ഒരു കാര്യം, വിദ്യാഭ്യാസത്തിന് വേണ്ടി കഴിഞ്ഞ 2013 പഞ്ചവത്സരം മുതൽ 14 പഞ്ചവത്സരം വിദ്യാഭ്യാസത്തിന് വേണ്ടുന്ന 280 എന്ന് പറയുന്ന കോടി രൂപയുടെ അതിൽ സെൻട്രൽ അസിസ്റ്റൻസ് വേറെ വരും കേട്ടോ. 50% ചിലവാക്കാം, 50% മാത്രം. അത് ഫ്ലക്ച്വേറ്റ് ചെയ്യാറുണ്ട്. 45 ആവുന്നുണ്ട്, 47 ആയിട്ടുണ്ട്, 52 ആയിട്ടുണ്ട്. എന്തായാലും 55% കൂടുതൽ വിദ്യാഭ്യാസത്തിന് വേണ്ടി മാറ്റി വെക്കാറുള്ള 250 കോടി ചെലവഴിച്ചിട്ടേ ഇല്ല ഈ ഇടതുപക്ഷ ഗവൺമെൻറ് വന്നതിന് ശേഷം. ലൈഫ് മിഷൻ കേട്ടപ്പോൾ ഒരു കമന്റ് ഞാൻ ആഡ് ചെയ്യാണ്. നമ്മുടെ പണം എങ്ങോട്ട് പോയാലും അതിൻ്റെ ഒരംശം പോലും മറ്റുള്ളവരും പോകാൻ പാടില്ല, നമുക്ക് തന്നെ കിട്ടാനുള്ള ശക്തമായ പുസ്തകങ്ങൾ. എൻ്റെ പോയിന്റ് ഇതാണ്. അപ്പോൾ എൻ്റെ ഒരു ചിത്രം നിങ്ങൾ മനസ്സിൽ വയ്ക്കുക. അപ്പോൾ എഡ്യൂക്കേഷൻ മൊത്തം ഇപ്പോൾ കുട്ടികൾക്ക് ഗ്രാൻഡ് കിട്ടാത്തതിന് ഫണ്ടില്ല എന്നാണ് ഇവർ പറയുന്നത്. കള്ളത്തരമാണോ? ഫണ്ടില്ലാത്തതല്ല പ്രശ്നം. സംസ്ഥാന ഗവൺമെൻറ് കൈവശം വെക്കുന്ന തുക എഡ്യൂക്കേഷന് വേണ്ടി പൂർണ്ണമായിട്ടും ചെലവഴിക്കാറില്ല. ഇപ്പോൾ പ്രീമിലിറ്ററി സ്കൂൾ ലെവലൊക്കെ കുട്ടികൾക്ക് ലംസം ഗ്രാൻഡ് കൊടുത്തിട്ട് കാലം 2 വർഷത്തിലധികമായി. ഇതിൽ പിന്നെ ഭൂമി എന്ന് പറയുന്ന ലാൻഡ് എന്ന് പറയുന്ന ഗണം ഈ ലൈഫ് മിഷന് തന്നെ ഭൂമി വാങ്ങിക്കാൻ കൊടുക്കേണ്ട സംഭവമാണ്. അല്ല നേരിട്ട് സംസ്ഥാന ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ് വഴി ഭൂമി വാങ്ങിക്കാനും പണം കൊടുക്കുന്നില്ല. മുമ്പ് SC/ST കോർപ്പറേഷന് കൊടുത്തിട്ടുണ്ടായിരുന്നു കൃഷിഭൂമി വാങ്ങിക്കാൻ. അപ്പോൾ ഈ സംസ്ഥാന ഗവൺമെൻറ് കൈവശം വെക്കുന്ന ഭൂമിയുടെ ലാൻഡ് പണത്തിൻ്റെ 70% സ്ഥിതി അതാണ്. ബാക്കിയുള്ള 5-8 ഘടകങ്ങളാണുള്ളത്. അതിലൊന്നാണ് കോർപ്പസ് ഫണ്ട് എന്ന് പറയുന്ന പേര്.
അല്ലെങ്കിൽ പൂൾഡ് ഫണ്ടെന്നും പറയാറുണ്ട്. ഈ കോർപ്പസ് ഫണ്ട് എന്ന് പറയുന്നൊരു പ്രതിഭാസം, അല്ലെ ഈ പദാവലി വന്നത് പഞ്ചായത്ത് രാജിൻ്റെ സംവിധാനമാണ്. ഇത് യഥാർത്ഥത്തിൽ ഓരോ വകുപ്പുകൾക്കും മുമ്പ് വികസനത്തിന് വേണ്ടി കൈമാറിയ തുകയായിരുന്നു. അതൊരു കോർപ്പസ് എന്നുള്ള പേരിൽ, കോർപ്പസ് എന്ന് പറഞ്ഞാൽ അവർക്കൊരു മൂർത്തമായി അവർക്ക് കൈവശം വെക്കാവുന്ന നിർവചനമില്ലാത്തൊരു പണം, അതേതാണ്ട് 5.5 മുതൽ 6% വരെ വരും. ഏതാണ്ട് 1000 കോടിയുടെ 5% തന്നെ വലിയ തുകയായല്ലോ. അപ്പം 1995 മുതൽ ഇങ്ങോട്ട് പിന്നെ ഈ പൂൾഡ് എന്ന് പറഞ്ഞിട്ട് ഇതിലേക്കുന്ന പെട്ടെന്ന് എന്താണ് മലബാർ ഭാഷ പറഞ്ഞാൽ ഉപദ്രവമില്ലാതെ ചൊറയില്ലാതെ നടപ്പാക്കാൻ പറ്റുന്ന സ്കീം, അവരുടെ ഇഷ്ടത്തിന് അല്ലേ, ഒരു ക്രിട്ടിക്കൽ ഗ്യാപ് ഫില്ലിംഗ് എന്ന് പറയും അവർ. ഈ പണം മുഴുവൻ തന്നെ, അതായത് ഈ പൂൾഡ് ഫണ്ടും കോർപ്പസ് ഫണ്ടും പറഞ്ഞിട്ട് ഏതാണ്ട് ഒരു ചുരുങ്ങിയത് ഒരു 150 കോടി രൂപ ഉദ്യോഗസ്ഥ പ്രമാണിമാർ റോഡ്, പാലം അല്ലെങ്കിൽ അടിമാലിയിൽ ഇവിടുത്തെ ക്രിസ്ത്യൻ സമൂഹത്തിന് വേണ്ടി വലിയ 48 ലക്ഷം രൂപയുടെ വലിയ റോഡ് പണിതപ്പോൾ ഞങ്ങളൊരു പരാതി കൊടുത്തിരുന്നു. ഈ തരത്തിൽ ആണ് കോർപ്പസ് ഫണ്ട് വിനിയോഗിക്കുന്നത്. ഇത് യഥാർത്ഥത്തിൽ നമ്മുടെ എൻ്റർപ്രനർഷിപ്പിന് ഓൺ പ്രോജക്റ്റ് ബേസിസ് കിട്ടേണ്ടതായിരുന്നു. മനസ്സിലായി? അതേപോലെ സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷയ്ക്ക് വേണ്ടി ഏതാണ്ട് 5.5% ഇത് ഇന്നേ വരെ ചെലവഴിക്കാത്തതായിട്ട് ഇവിടെയും പറയുന്നില്ല. മനസ്സിലായില്ലേ? അപ്പോൾ നമുക്ക് സംസ്ഥാന ഗവൺമെൻറ് കൈവശം വയ്ക്കുന്ന വലിയൊരു ഏരിയ ഉണ്ട്. സ്കിൽ ഡെവലപ്മെൻ്റ് എന്ന് പറയുന്ന ഒരു സംഭവത്തിന് വേണ്ടി ഏതാണ്ട് 5.5%. ഇതെല്ലാം കൃത്യമായി ഞാൻ കുറിപ്പിൽ പറഞ്ഞിട്ടുണ്ട്. സ്കിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഏതാണ്ട് ഊഹിക്കാവുന്നതാണ്. കുട്ടികൾക്കുള്ള നൈപുണ്യ വികസനത്തിന്, യുവാക്കൾക്ക് നൈപുണ്യ വികസനത്തിനായി കഴിഞ്ഞ കുറേ വർഷമായി പല ഏജൻസികൾക്കും സ്ഥാപനങ്ങൾക്കും ഫണ്ട് കൊടുക്കുന്നു. പലതും ഈ അടുത്ത കാലത്ത് ഈ സസ്പെൻഷനിലിരിക്കുന്ന പ്രശാന്ത് എന്ന് പറയുന്ന IASൻ്റെ ഒരു വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വന്ന ഫയലിലുള്ള പല കമ്പനികളും കുട്ടികൾക്ക് ഈ നൈപുണ്യത്തിന് കൊടുക്കുന്നു എന്ന് പറയുന്ന സംസ്ഥാന ഗവൺമെൻറ്റാണ്. കേന്ദ്ര ഗവൺമെൻറ് ദീനദയാൽ ഉപാധ്യായ എന്ന് പറയുന്ന വേറെ ഫണ്ട് വേറെയുണ്ട്. അതല്ല ഇത് ഞാനീ പറയുന്നത്. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ കയ്യിലുള്ള ഈ തൊഴിൽ പരിശീലനത്തിനെന്ന് പറയുന്ന തുകയിൽ ബഹുഭൂരിപക്ഷവും വ്യാജ കമ്പനികൾ അല്ലെങ്കിൽ പ്രവർത്തനക്ഷമത അവരുടെ സോക്കോൾഡ് അക്രഡിറ്റഡ് ലിസ്റ്റിലുണ്ട് എങ്കിലും നമുക്കാർക്കെങ്കിലും, അതായത് എത്ര പേർക്ക് തൊഴിൽ നൈപുണ്യം കിട്ടി, എത്ര പേര് TTC ആയി, അല്ലെങ്കിൽ എത്ര മെക്കാനിക്കൽ എഞ്ചിനീയറിൻ്റെ ഗുണമുണ്ടായി, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഡിപ്ലോമ ഹോൾഡേഴ്സായി, മറ്റെന്തെങ്കിലും പാരാമെഡിക്കൽ കോഴ്സുകൾ എന്തെങ്കിലും ആർജിച്ച് ഒരു ട്രേഡ് അല്ലെങ്കിൽ തൊഴിൽ പരിശീലനം കിട്ടിയവരുടെ ഒരു ഡാറ്റയും നിങ്ങൾക്കൊരു പ്ലാനിങ് ഡോക്യുമെൻ്റ് കാണാൻ പറ്റില്ല. പക്ഷെ നൈപുണ്യത്തിന് പൈസ കിട്ടുന്നത് ഇല്ലാത്ത കമ്പനികൾക്കാണ് കാശ് കൊടുക്കുന്നത്. അപ്പോൾ കോർപ്പസ് ഫണ്ട് ഈ പറയുന്ന സ്കിൽ ഡെവലപ്മെൻറ്റ്, ലൈഫിന് കൈമാറുന്ന തുക, വിദ്യാഭ്യാസം നമുക്ക് അങ്ങോട്ട് മാറ്റി നിർത്താം, അത് ഗ്രാൻറ്റുകളുടെ കിട്ടത്തിലുണ്ടല്ലോ. ഇവയെല്ലാം തന്നെ ഒരു കൺസോൾട്ടഡ് ഫണ്ടായി ആക്ട് ഉണ്ടാകുമ്പോൾ ഒരു നോഡൽ ഏജൻസിയുടെ കയ്യിലേക്ക് വന്നാലേ നമുക്കെന്തെങ്കിലും പണം കിട്ടുള്ളൂ. ഇതാണ് പ്രശ്നം. ക്ലിയർ ആണോ? അതുകൊണ്ട് ആക്ടിൻ്റെ ഇപ്പം ആന്ധ്ര ആക്ടും തെലുങ്കാന ആക്ടൊക്കെ സാർ നോക്കിയിരുന്നു. ഒരു ആക്ട് വന്നാൽ അത് വിനിയോഗിക്കപ്പെടണമെങ്കിൽ നമുക്ക് അതിനായിട്ടുള്ള ഒരു സംവിധാനത്തിലേക്ക് കൺസോൾട്ടഡായി അവരുടെ ഫ്രീഡത്തിൽ നമ്മുടെ ഇവിടെ കേട്ടിട്ട് നമ്മുടെ പ്രോജക്റ്റ് അനുസരിച്ച് എങ്കിൽ മാത്രമേ ഈ പറയുന്ന ദളിത് ബന്ധു പോലുള്ള ഒരു പദ്ധതി കേരളത്തിൽ പ്രാവർത്തികമാകൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും അതേ സംബന്ധിച്ച് ഈ കാര്യത്തിലേക്ക് അതിൻ്റെ ഒരു റഫ് നോട്ട് മാത്രമാണ്. നമുക്കൊരു ഡീറ്റെയിൽ ആയിട്ട് ഓരോന്നും പരിശോധിക്കാവുന്നതാണ്. ത്രിതല പഞ്ചായത്തിലേക്ക് പോകുന്നതിൽ ഇത് വലിയൊരു പ്രശ്നമാണ്. വർഷങ്ങളായി നമ്മളെല്ലാം തന്നെ പ്ലാനിംഗ് ബോർഡിലൊക്കെ കൊടുക്കുന്ന സംഭവത്തിലൊക്കെ തന്നെ സൂചിപ്പിക്കാറുണ്ട്. ഇത് മോണിറ്റർ ചെയ്യപ്പെടുന്നില്ല എന്നുള്ളത് മാത്രമല്ല, ഒരു നോഡൽ ഏജൻസി ആക്ട് അനുസരിച്ച് വന്നാൽ ത്രിതല പഞ്ചായത്തിലെ മറ്റു തരത്തിലുള്ള ചില ഏരിയ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഒരുപക്ഷെ ജില്ലാ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും ഗ്രാമപഞ്ചായത്തിൻ്റെയും തുക ജില്ലാതല നോഡൽ ഏജൻസികൾക്ക് കൈമാറിയാൽ ഒരുപക്ഷെ നമുക്ക് ഗുണപ്രദമായ സ്കീംസിലേക്ക് ഇത് എത്തിക്കാൻ കഴിഞ്ഞേക്കാം. അതൊരു പഞ്ചായത്തിൻ്റെ ഇതിനെങ്ങനെ ഓരോന്നോരോ ഗവൺമെൻറ്റാണല്ലോ. അത് പഞ്ചായത്ത് രാജ് സിസ്റ്റം വന്നപ്പോൾ ഇതെല്ലാം തന്നെ ഗ്രാമപഞ്ചായത്ത് മാത്രമാണ് സുതാര്യമേ നടക്കുന്നുള്ളൂ. ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തിലെ സ്കീംസ് എന്താണെന്ന് പറയാം. അവർക്ക് ജനായത്ത സഭകൾ പോലുമില്ല. ഗ്രാമപഞ്ചായത്ത് ഭേദമാണെന്നല്ല പറയുന്നത്. അതുകൊണ്ട് അതിനെ എങ്ങനെയാണ് ഈ നോഡൽ ഏജൻസിയായിട്ട് ബന്ധിപ്പിക്കുക എന്നുള്ളത് കൂടി നമ്മൾ ആലോചിക്കണം. മറ്റ് ചേഞ്ച് ഓവർ നമുക്ക് നിർദ്ദേശിക്കാൻ കഴിയുന്നത് ഈ നോൺ പ്ലാൻ ഫണ്ടിൻ്റെ വിഹിതത്തിൽ
മറ്റുള്ളവർക്ക് ശമ്പളമായി കിട്ടുന്നുണ്ട്, നമുക്ക് അത് കിട്ടാൻ വകുപ്പില്ല. കിഫ്ബി തുടങ്ങിയ സംഭവങ്ങളിൽ ഏറ്റവും കൂടുതൽ ഇൻഫ്രാസ്ട്രക്ചറിനാണ് ഉപയോഗിക്കുന്നതെന്ന് അറിയാമല്ലോ. പട്ടികജാതിപട്ടികർ വിഭാഗത്തിന് ഇനിമേൽ റോഡ്, പാലം, തോട്, കെട്ടിടം നിർമ്മിക്കുന്നത് നമ്മുടെ ഫണ്ട് ഉപയോഗിക്കരുത്. രണ്ടാമത് നമുക്ക് കൂടുതൽ ശമ്പളം കിട്ടുന്ന ആളുകളുടെ തൊഴിലുണ്ടാവണം അതെങ്കിൽ ഈ നോൺ പ്ലാൻ നമുക്ക് ഗുണം കിട്ടുള്ളൂ. അപ്പോൾ ആ തൊഴിൽ സാധ്യത വിപുലീകരിക്കാനുള്ള എംപ്ലോയ്മെൻറ്റ്സ്, എയ്ഡഡ് മേഖല സംവരണം വേണം. അത് നമുക്ക് പറയാം, നമ്മുടെ അത് ഡിമാൻഡിലുള്ളതാണ്. അതേപോലെ തന്നെ പുതിയ തസ്തികൾ ക്രിയേറ്റ് ചെയ്യണം. SC/ST ഡിപ്പാർട്ട്മെൻറ്റ് ഏറ്റവും ചെറിയ 50% തസ്തികളെങ്കിലും റിസർവ്ഡ് ആയിട്ടുള്ള ഒരു തത്വത്തിലേക്ക് എത്തിക്കാൻ കഴിയണം. പട്ടികവർഗ വിഭാഗങ്ങളുടെ പ്രൊമോട്ടർ പോലുള്ള അല്ലെങ്കിൽ സോഷ്യൽ വർക്കേഴ്സ് എന്ന് പറഞ്ഞ് ചുരുങ്ങിയ പൈസക്ക് പണിയെടുപ്പിക്കുന്നതെല്ലാം തന്നെ സ്ഥിര നിയമനങ്ങളാക്കി മാറ്റണം. അങ്ങനെ വന്നാൽ ഒരു പക്ഷേ സർവീസ് സെക്ടറിൽ എൻട്രി നേടുന്നവർക്ക്, അതിൽ പഞ്ചായത്ത് രാജ് സർവീസ് എന്ന് പറയുന്നത്, ഇതെല്ലാം തന്നെ ഭരണപരിഷ്കാര കമ്മീഷനിൽ ഇടപെട്ട് നമ്മൾ ചെയ്യിക്കേണ്ട കാര്യമാണ്. അത് ഭരണപരിഷ്കാര കമ്മീഷൻ്റെ നിർദ്ദേശങ്ങൾ വന്നാലേ ഘടനാപരമായി സ്ട്രക്ചറലായി ഈ പറയുന്ന സേവന മേഖലയിലുള്ള ഔദ്യോഗിക സ്ട്രക്ചറിനെ പൊളിക്കാൻ പറ്റും. മുമ്പൊരിക്കൽ VS അച്യുതാനന്ദൻ ഉണ്ടായ സമയത്ത് നമ്മുടെ ഒരു ഗോത്രമഹാസഭയുടെ പേരിൽ ഞാനൊരു കുറിപ്പ് കൊടുത്തിരുന്നു. ഈ പ്രൊമോട്ടർമാരെയൊക്കെ സ്ഥിരപ്പെടുത്താമെന്ന് പറഞ്ഞിരുന്നു. അത് ആ റിപ്പോർട്ടിൽ തന്നെ അച്ചടിച്ച് വന്നതാണ്. പെസാ നിയമം വരണം, അതിൻ്റെ അങ്ങനെ കുറേയധികം കാര്യങ്ങളുണ്ട്. എന്തായാലും സേവന മേഖല അല്ലെങ്കിൽ സർവീസ് സെക്ടർ എന്ന് പറയുന്ന മേഖലയിൽ ശമ്പളം അതുപോലുള്ള സംഭവങ്ങളായി ക്യാപ്ചർ ചെയ്യപ്പെടണമെങ്കിൽ, നമ്മുടെ തൊഴിലില്ലാത്ത ആളുകൾക്ക് തൊഴിൽ കിട്ടണമെങ്കിൽ അതനുസരിച്ച് ഘടനാപരമായ സിസ്റ്റം പരിവർത്തനപ്പെടുത്താനുള്ള ശക്തമായ പ്രഷർ നമുക്കുണ്ടാകണം. അതോടൊപ്പം തന്നെ കിഫ്ബി ഉൾപ്പെടെയുള്ള വായ്പാ പദ്ധതികളിൽ നിന്ന് മറ്റ് റോഡുകൾക്കും പാലങ്ങൾക്കും പോർട്ടുകൾക്കും ഒക്കെ കൊടുക്കുന്നുണ്ട്, കെട്ടിടങ്ങൾക്ക് കൊടുക്കുന്നുണ്ട്. ആറെണ്ണം കെട്ടിടം പണിതുകൊണ്ടിരിക്കുക. ഞാൻ ആർല ഫാമിൽ പോയപ്പോൾ ഒരു 150 പുതിയ ബിൽഡിങ്ങുകളുണ്ട് കിഫ്ബി സഹായത്തിൽ. എന്തിനാണ് ഉണ്ടാക്കിയത് നമുക്ക് അറിഞ്ഞുകൂടാ. ഈ കഴിഞ്ഞ വർഷമാണ് അവർ എത്രയാണ് 20 കോടിയാമറ്റും പോസ്റ്റ്മെട്രി ഹോസ്റ്റൽ എന്ന് പറഞ്ഞ് ഇതുണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്ന പട്ടികജാതിക്കാർക്ക് കൊണ്ടുവന്ന് റോഡായിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, ഈവൻ ഭവന നിർമ്മാണത്തിനുൾപ്പെടെ നോൺ പ്ലാൻ എന്ന് ഫണ്ട് എടുക്കണമെന്ന് പറയുന്ന ഒരു സ്ട്രാറ്റജിക്കൽ ഏരിയ നമുക്ക് നിർദ്ദേശിക്കാൻ കഴിയേണ്ടതുണ്ട്. ഇതാണ് ഈ ഒരു ബദൽ വികസന അപ്രോച്ച് മുന്നോട്ട് വെച്ചുകൊണ്ട് നമുക്ക് ആക്ട് വേണം. ആക്ട് എന്ന് പറയുന്നതാണ് നമ്മുടെ ഏറ്റവും പ്രമുഖമായ ഒരു ആവശ്യമെന്നുള്ള ഒരു പോയിന്റിലേക്ക് എത്തിക്കാൻ കഴിയേണ്ടതുണ്ട്. ഞാൻ എൻ്റെ അവസാനത്തെ ഒരു ഖണ്ഡിക മാത്രം വായിച്ച് അത് അവസാനിപ്പിക്കാം. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. ഈ അനൗൺസ്മെൻറ്റ് വന്നപ്പോൾ ഏതൊരു സുഹൃത്ത് നമ്മുടെ പ്രത്യേക ബഡ്ജറ്റ് ഉണ്ട് നമുക്ക്, പക്ഷേ പ്രത്യേക ബഡ്ജറ്റായിട്ട് എവിടെയും ചർച്ച ചെയ്യപ്പെടാറില്ല. നോൺ പ്ലാൻ ഫണ്ട് നീതിയുക്തമായി ഉപയോഗിക്കുന്ന ഒരു സ്ട്രാറ്റജി വേണം എന്ന് പറഞ്ഞിട്ടുണ്ട്. SC/ST വിഭാഗങ്ങൾക്ക് വേണ്ടി നടപ്പാക്കുന്ന എല്ലാ പശ്ചാത്തല വികസന പരിപാടികൾക്കും നോൺ പ്ലാൻ ഫണ്ടിൽ നിന്നും വകയിരുത്തുക. ഭവന നിർമ്മാണത്തിനുൾപ്പെടെ നോൺ പ്ലാൻ ഫണ്ട് വകയിരുത്തുക. സർവീസ് സേവന മേഖല പ്രാതിനിധ്യം ആനുപാതികമാക്കാൻ എയ്ഡഡ് മേഖല നിയമനങ്ങൾ PSCക്ക് വിടുക. പിൻവാതിൽ നിയമനം അവസാനിക്കും. നമ്മൾ പലപ്പോഴും ഇതെല്ലാം തന്നെ ചില ഈ പഴയ രാജഭരണകാലത്ത് വരുന്ന പരാതി ഇത് നമ്മുടെ റൈറ്റാണ്. നമ്മൾ കൂടി ടാക്സ് കൊടുക്കുന്ന പണമാണ് ഇവിടുത്തെ റവന്യൂ. ഇവനെടുക്കുന്ന കിഫ്ബി കടത്തിൻ്റെ ഉൾപ്പെടെ വീട്ടിൽ തീർക്കാൻ നമ്മൾ കൂടി കാശ് കൊടുക്കുന്നുണ്ട്. നമ്മൾ കുടിക്കുന്ന മദ്യത്തിൻ്റെ ഇതുകൊണ്ടാണ് ഈ രാജ്യം നടക്കുന്നത്. ഏറ്റവും കൂടുതൽ പട്ടികജാതിക്കാരനാണ് മദ്യം വയ്ക്കുന്നത്. ഏറ്റവും കൂടുതൽ ലോട്ടറി എടുക്കുന്ന പട്ടികക്കാരനും പട്ടികവർക്കാനും പാവപ്പെട്ടനുമാണ്. ഈ കാശ് കൊണ്ടാണ് സർക്കാർ എടുക്കുന്നത്. നമ്മളെന്തോ ഈ രാജ്യത്തിന് ആവശ്യമായിട്ടുള്ള ആളുകളെന്നുള്ളതാണ് പൊതുബോധം. ആ പൊതുബോധം സത്യമല്ല. നമ്മളാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ടാക്സ് പേയർ. ഏറ്റവും കൂടുതൽ ടാക്സ് ഇളവെടുക്കുന്ന കോർപ്പറേറ്റുകൾക്കാണ്. അതുകൊണ്ട് ഈ പറയുന്ന സേവന മേഖല റീസ്ട്രക്ചർ ചെയ്ത് നമുക്ക് കൂടുതൽ അവസരം തരണം എന്നുള്ളത് ഒരു ഇക്കണോമിക് അനാലിസിസിൻ്റെ അടിസ്ഥാനത്തിൽ, ബഡ്ജറ്റിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് സ്വാധിക്കാൻ കഴിയേണ്ടതുണ്ട്. അപ്പം മാത്രമേ ഇത് ലോജിക്കലാവുള്ളൂ എന്നെൻ്റെ അഭിപ്രായം. അതുപോലെ SC/ST വകുപ്പിൽ 50% SC/ST വിഭാഗങ്ങളെ നിയമിക്കും. ഇതൊക്കെ 70 ഉണ്ടായിരുന്ന ചില ഉത്തരവുകളുണ്ടായിരുന്നു. പഞ്ചായത്തിലെ സർവീസ് നടപ്പാക്കുക, പഞ്ചായത്തിൽ നിർദ്ദിഷ്ട ശതമാനം SC/ST വിഭാഗങ്ങളെ നിയമിക്കുക, പ്രൊമോട്ടർ, സോഷ്യൽ വർക്കർ, വോളണ്ടിയർ പ്രവർത്തനം അവസാനിപ്പിച്ച് ഓഫീസർ, ഫീൽഡ് വർക്കർ എന്ന തസ്തിക ഉണ്ടാക്കുക, പെസാ നിയമം പ്രാബല്യത്തിൽ കൊണ്ടുവന്ന് SC/ST വിഭാഗങ്ങൾ പ്രാദേശിക ഭരണ സംവിധാനത്തിൽ നിയമനങ്ങൾ ഉറപ്പുക. ഇതിനായി ഭരണപരിഷ്കാര കമ്മീഷനെ നിയോഗിച്ച് പഠിക്കാൻ ആവശ്യപ്പെടുന്നതാണ്. അതൊക്കെ ഭാവിയിൽ ചെയ്യേണ്ടതാണ്. ഒരു നിയമനിർമ്മാണത്തിൻ്റെ നമ്മുടെ കേരളത്തിൽ ഒരിക്കലും നിയമസഭ പട്ടികജാതി ഫണ്ട് ഇതുവരെ ചർച്ച ചെയ്തിട്ടില്ല. അതുകൊണ്ട് നമുക്ക് അനുകൂലമായൊരു ഏതെങ്കിലും മുന്നണി അധികാരത്തിൽ വരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ SCP/TSP പ്ലാൻ ഒരു ദിവസം കേരള നിയമസഭയിൽ ചർച്ച ചെയ്യണമെന്ന് നമുക്ക് ആവശ്യപ്പെടുന്നുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. എങ്കിൽ മാത്രമേ MLA എഡ്യൂക്കേറ്റ് ചെയ്യൂ. നമ്മുടെ എന്തെങ്കിലും ഗ്രീവൻസ് ഉണ്ടെങ്കിൽ ഇതിൽ ഭേദഗതി വരുത്താൻ പറ്റൂ. അതുകൊണ്ട് ഒരു ജനായത്ത സഭ എന്ന് പറയുന്ന നിയമസഭയിൽ പട്ടികജാതിക്കാരുടെ SCP/TSP ഫണ്ട്
കേട്ട പദ്ധതി ഒരു പ്രത്യേക ബഡ്ജറ്റായി ചർച്ച. അത് കോംപ്രിഹെൻസീവ് ബഡ്ജറ്റിൻ്റെ ഭാഗമാണ് എങ്കിലും കോൺസ്റ്റിറ്റ്യൂഷണലി നമുക്ക് സെപ്പറേറ്റ് ബഡ്ജറ്റ് ഉണ്ട്. പക്ഷേ ഈ ബഡ്ജറ്റ് ഒരിക്കലും ഒരു സഭയിലും ചർച്ച ചെയ്യാറില്ല. അത് ഉദ്യോഗസ്ഥരെഴുതുന്നു, പപ്പടം പോലെ ചുട്ടെടുക്കുന്നു, നമുക്ക് തിന്നാൻ തരുന്നു എന്നുള്ളതാണ് സംഭവം. അവൻ ചുടുന്നു, അവൻ തന്നെ തിന്നുന്നു, അവൻ തന്നെ കഴിക്കുന്നു, അടുത്ത ഇതിങ്ങനെ അവൻ റിപ്പോർട്ട് എഴുതിക്കൊണ്ടിരിക്കും. അപ്പോൾ അതിൽ നമ്മൾ അങ്ങനെ കൂടി ഒരു ജനാധിപത്യ ആവശ്യം കൂടി ഉന്നയിക്കണം. ലക്ഷ്മണജി പറഞ്ഞതുപോലെ നമ്മുടെ ഈ ആവശ്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രമുഖ സ്ഥാനത്തേക്ക് നമ്മുടെ ഇതിലിങ്ങനെ ലിസ്റ്റ് ചെയ്യപ്പോൾ 4ാമത്തെ ആവശ്യമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഇറ്റ് ഷുഡ് ബി ദ ടോപ്പ് മോസ്റ്റ് പ്രയോറിറ്റി ഇഷ്യൂ. SCPTSP ആക്ട് നടപ്പാക്കുക എന്നുള്ളത്, വകമാറ്റൽ ലാപ്സാക്കിൽ തടയാൻ SC/ST ഡെവലപ്മെൻറ്റ് ഫണ്ട് ആക്ട് നടപ്പാക്കുക എന്നുള്ളത് ഒന്നാമത്തെ ഒരു വിഷയമായിട്ട് കൊണ്ടുവരികയും, രണ്ടാമത് ഗ്രാൻഡ്, അക്കാഡമിക് അലവൻസുകൾ, ഭൂമി, അങ്ങനെയുള്ള ഭൂമി വിഷയത്തെക്കുറിച്ച് ശ്രീരാം മാഷൊക്കെ തന്നെ ഇവിടെ പറയും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് ഞാൻ, ശ്രീരാം മാഷ്, ആർ സുനിൽ ഇവരെല്ലാം ചേർന്ന് ലാൻഡ് ഇഷ്യൂമായി ബന്ധപ്പെട്ട ഒരു അവകാശ പത്രിക മാനിഫെസ്റ്റോ തയ്യാറാക്കുകയും തിരുവനന്തപുരത്ത് അതിനുവേണ്ടിയുള്ളൊരു സമ്മേളനം വിളിച്ചു ചേർത്ത് കോൺഗ്രസിൻ്റെ സമ്മന്നതരായ എല്ലാ നേതാക്കളും ഒന്ന് സാന്നിധ്യമുണ്ടായിരുന്നു. അവരുടെ പ്രകടന പത്രിക അന്ന് തയ്യാറാക്കിയിരുന്നതിൻ്റെ ചുവല ശശി തരൂരിനായിരുന്നു, കൊടിക്കുന്നിലുണ്ടായിരുന്നു, മറ്റാരൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് ഓർമ്മയില്ല. എന്തായാലും അതവർ മുഴുവൻ ആക്സെപ്റ്റ് ചെയ്തു. ഈ ഇതിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യം ഒന്നുപോലും വിട്ട് കളഞ്ഞിട്ട് അവരുടെ പ്രകടന പത്രികയിൽ തോട്ടം ഭൂമി ഏറ്റെടുക്കുമെന്നുണ്ട്. മനസ്സിലല്ലേ? ഇപ്പോൾ തോട്ടം ഭൂമി വിഷയത്തിൽ പിണറായി വിജയൻ സാറ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ അട്ടിമറി, ഈ ഇതെല്ലാം തന്നെ ഏറ്റെടുക്കണമെന്നൊരു രാജമാണിക്യത്തിൻ്റെ റിപ്പോർട്ടുണ്ട്. അപ്പോൾ ഹൈക്കോടതിയുടെ ഒരു അഭിപ്രായം അനുസരിച്ച് ഇതിൽ അവകാശം പ്രൂവ് ചെയ്യാൻ പാലാ സിവിൽ കോടതിയിൽ ഒരു കേസ് നടക്കുകയാണ്. ആ കേസ് നടക്കുന്നുണ്ടാണ് ഈയിടെ ഈ മറ്റേ എയർപോർട്ടിലുള്ള വിമാനത്താവളത്തിന് ഭൂമി എടുക്കുന്നത് റദ്ദാക്കാൻ കോടതി പറഞ്ഞത്. ഇല്ല, അങ്ങനെ പറ്റില്ല എന്ന്. ഈ പാലാ കോടതിയിൽ കേസ് നിലനിൽക്കുമ്പോൾ തന്നെ രഹസ്യമായി ക്യാബിനറ്റിൽ കുറേ കാലമായി നടക്കുന്നൊരു ചർച്ച 100 ഏക്കർ വരെ ബിസിനസ് ആവശ്യങ്ങൾക്കും വ്യവസായ ആവശ്യങ്ങൾക്കും ഈ തോട്ടം ഭൂമി കൊടുക്കാം ഉള്ള ഇളവുണ്ടാക്കാനാണ്. ഇതാണ് പിണറായി ഗ്രൂപ്പിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ആവശ്യം. ഉദ്യോഗസ്ഥരൊക്കെ അതിനോടൊപ്പമാണ്. CPI മാത്രമാണ് എതിർത്തുകൊണ്ടിരിക്കുന്നത്. ക്യാബിനറ്റ് ഇഷ്യൂ ആണ്, ക്യാബിനറ്റിൻ്റെ അജണ്ടയാണ് ഇപ്പോഴത്തെ. തീരുമാനം നമുക്ക് അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞാൽ അതൊരു ക്യാബിനറ്റ് ഡിസിഷനായി കഴിഞ്ഞാൽ കേരളത്തിലെ മുഴുവൻ തോട്ടങ്ങളും ഈ പറയുന്ന കോർപ്പറേറ്റ് കലയിലാക്കുന്നുള്ള അപകടം നമ്മളത് പ്രധാനമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പാലാ സിവിൽ കോടതിയിലെ കേസ് പിൻവലിക്കണം എന്നതാണ് CPM-ൻ്റെ ഔദ്യോഗിക ആവശ്യം. CPI-യുടെ ഒറ്റ എതിർപ്പ് ഉണ്ടായിരിക്കുന്നു. കേരള രാഷ്ട്രീയത്തിൽ അതും ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല. ഇതുപോലുള്ള കാർഡിനൽ പൊളിറ്റിക്കൽ ഇഷ്യൂസ് ഉൾപ്പെടെ നമ്മൾ ഈ അവകാശ പത്രികയിലുണ്ട്. അത് ഞാനിപ്പോൾ അത് 3 മണിക്കുള്ള സെഷൻ എന്നുള്ള ഞാൻ പറഞ്ഞെങ്കിലും അതെല്ലാവരും വായിച്ച് എനിക്കൊന്ന് സെഷൻ ബ്രേക്കിന് നമുക്ക് സമയം കിട്ടിയേക്കില്ല എന്നതുകൊണ്ട് ചർച്ചയിൽ പങ്കെടുക്കുന്നവർ ഇഷ്യൂസിനെയും കൂടി കേന്ദ്രീകരിച്ച് ചർച്ച ചെയ്ത് പോകുന്നത് ഉചിതമായിരിക്കുമെന്ന് തോന്നുന്നു. എന്തായാലും നമുക്കൊരു ആക്ട് വേണം എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ആവശ്യപ്പെടുന്നത് തന്നെ നിലവിലുള്ള എന്തുകൊണ്ടൊരു ആക്ട് വേണം എന്നതുകൂടി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത് കൊണ്ട് എല്ലാവരുടെയും മനസ്സിലത് ഉണ്ടാകണം. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കൊരു പക്ഷേ ഇതൊരു ഈ രാഷ്ട്രീയ സമ്മേളനത്തിന് ശേഷം എല്ലാ ജില്ലയിലും വികസന കൗൺസിലുകളുണ്ടാക്കി ഈ പഞ്ചായത്ത് രാജിലും എല്ലാ ജില്ലകളിലും ഇടപെടുന്ന ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജിയും കൂടി ADF-ന് ഉണ്ടാകണം എന്നുള്ള ആലോചന നമ്മുടെ ഇടയിൽ നടക്കുന്നുണ്ട്. എന്തായാലും ഈ കുറിപ്പ് ഒരു വലിയൊരു ഇവാലുവേഷൻ ഡോക്യുമെൻ്റ് തയ്യാറാക്കാനുള്ള മെറ്റീരിയൽ നമ്മുടെ കയ്യിലുണ്ട്. നമ്മുടെ ഏറ്റവും സിമ്പിളായി ആളുകൾക്ക് പിടികിട്ടാൻ പറ്റുന്ന രീതിയിൽ ഇത് പ്രസൻറ്റ് ചെയ്തെന്നുള്ളൂ. നമ്മൾ 1 മാസം കഴിഞ്ഞാൽ കേരളത്തിലൊരു വലിയ സോഷ്യോ പൊളിറ്റിക്കൽ സമ്മേളനം പ്ലാൻ പറഞ്ഞിട്ടുണ്ട്. അതിന്ന് നമ്മൾ ഡിക്ലെയർ ചെയ്യും. അതിൽ നമുക്കാകുമ്പോഴത്തേക്ക് ആ ഡോക്യുമെൻ്റ് അവതരിപ്പിക്കാം. അതിനുള്ളിൽ നമ്മളെല്ലാം തന്നെ ഈ ഒരു ദിശാബോധത്തോടുകൂടിയുള്ള മനനം ആരംഭിക്കണം. നമ്മുടെ ഓരോ കമ്മ്യൂണിറ്റിയിലെയും ഓരോ ജില്ലയിലുള്ള സവിശേഷ പ്രശ്നത്തോടൊപ്പം തന്നെ ഇത് ലക്ഷ്മണജി പറഞ്ഞ പോലുള്ള വലിയൊരു രാഷ്ട്രീയപ്പെടലാകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. പ്രസൻറ്റേഷന് ശേഷം ഫുഡിലേക്ക് നീങ്ങാം എന്നാണ് വിചാരിച്ചത്. Hello. Sir, one important issue to understand. In Kerala, the previous also you told, the plan is very small, non-plan is very high. Yes. Because of that, we are ultimately demanding from plan. From We are non-plan also. demanding non-plan, which include schemes and development expenditure. Yes, sir. Without except salaries,
pensions, loan, and the interest of loan. Yes. I told you. Yeah. Pensions, salaries, interest, loan from interest, then another thing, the maintenance. Yes. The excluding these, all the budget should be Included in shared the to the Dalit. മറ്റെല്ലാറ്റിൻ്റെയും ഷെയർ നോൺ പ്ലാനുള്ള ഈ പെൻഷൻ ശമ്പളം തുടങ്ങിയവ ഒഴികെയുള്ള എന്തെല്ലാം സ്കീംസ് നോൺ പ്ലാൻ ഉണ്ടോ അതെല്ലാം തന്നെ SCP-TSP-ക്ക് കൂടി അർഹമായ നിലയിൽ. That's why we are asking to the government, this is a Special Development Fund Act, not some plan act. We have to demand Development Fund Act. Yes. It's not, in this draft also we can change later. Yes. So many changes should be. We can go through first the Telangana Development Fund Act Yes. thoroughly, para by para, point by point. Then we can develop our own act. Thank you. But after this summit is main participants are our leaders and activists. Fine. After this, we will have a preliminary understanding on the what should be the done and what should be the form of act and what should be the content of that. Then we will make a discussion with the experts, development experts like CDS people, second stage, and the MP, MLA. Then we will present the political meeting. That's the plan we are working. Strategy.